സംസ്ഥാനത്ത് ബീഫിൻ്റെ ലഭ്യതക്കുറവും അറവുമാടുകളെ അന്യസംസ്ഥാനത്ത് നിന്നും എത്തിക്കുന്നതിന് ചില വെല്ലുവിളികളുമുണ്ട്. ഇത് സംസ്ഥാനത്ത് ഈ ഒരു പ്രശ്നം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൊല്ലം വെളിയത്തുള്ള സമ്മർലാൻഡ് എന്ന ഫാമിൽ പോത്തും കുട്ടികളെ എത്തിച്ചിരിക്കുന്നത്. ഇത് കർഷകർക്ക് വലിയ ആശ്വാസമാണ്. കാരണം ഈ കുട്ടികളെ വളർത്തിയെടുത്തിട്ടാണ് ഇത് അറവിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് നേതൃത്വം നൽകുന്നത് ഫാമിൻ്റെ ഉടമയുണ്ട്. നമുക്ക് ചോദിക്കാം എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ പോത്തും കുട്ടികളെ ഇവിടെ എത്തിച്ചതെന്നുള്ളത്. ശരിക്കും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ ഫീൽഡിൽ. ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 2 കൊല്ലം കൊണ്ട് വളരെ വെല്ലുവിളികൾ ഇങ്ങനെ താങ്ങിക്കൊണ്ട് ഇപ്പം പിന്നെ ഈ ഒരു 2-3 മാസം കൊണ്ട് വലിയ പ്രശ്നം നടക്കുകയാണ്. ഈ പെരുന്നാളിൻ്റെ ശേഷം ഈ ഹിന്ദു മുസ്ലിം എന്നുള്ള ആ ഒരു രീതിയിൽ അവർക്ക് വാങ്ങുന്നവർ, അതായത് അവിടെ നിന്ന് വാങ്ങിയിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഗോരക്ഷൻ എന്ന് പറഞ്ഞുള്ള ടീം ഇത് തട്ടിപ്പറിച്ചാൽ കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ പുറകെ നമ്മൾ കേസ് നടന്നിട്ട് നമുക്ക് ഓർഡർ കിട്ടിയാൽ പോലും അവർ വീണ്ടും കൊണ്ടു ചെന്ന് അപ്പീൽ കൊടുക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആക്ച്വലി നമ്മൾ കൊണ്ടുവരുന്ന പശുവോ കാളയോ ഒന്നുമല്ല. ഇത് ഇത് ഇത്രയും പാവപ്പെട്ട ജനങ്ങളാണ്, നമ്മളെ കേരളത്തിലെ ജനങ്ങളാണ്. ഇത് എൻ്റെ ഒരു പ്രസ്ഥാനത്തിൽ വന്നവരാ. അതുപോലെ പല പ്രസ്ഥാനങ്ങളും ഇവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനെ വളർത്തി ജീവിക്കുന്നവരാണ്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 4-5 മാസം മുമ്പിട്ട് തുടങ്ങി വെച്ച് ശത്രുക്കളായതാണ്. കാരണം ഇത് ഗോരക്ഷയല്ല നടത്തുന്നത്, ഗോശിക്ഷയാണ് നടത്തുന്നത്. മറ്റുള്ളവരെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നുള്ളതാണ് ഈ ഗോരക്ഷക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി. അതാ ഇത്രയും പേര് ഇവിടെ നിന്ന് ഇത് എല്ലായിടവും ഈ സാധനം വരുവായിരുന്നു. ഇവർക്ക് ഇത്രയും തെള്ളേണ്ടെന്ന ആവശ്യമില്ല. പലയിടത്തുനിന്നും പോയി മേടിക്കാം. നമ്മളവിടെ നിന്ന് മേടിക്കണമെന്ന് നമ്മൾ പറയത്തില്ല. നമ്മളെപ്പോഴും കൊടുക്കുന്ന നല്ല കുട്ടികൾ ഹരിയാനയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഹരിയാനയിൽ നിന്ന് ഇവിടെ വരുന്നതിന് ഏതാണ്ട് 3500 കിലോമീറ്റർ ഉണ്ട്. ഈ 3500 കിലോമീറ്റർ താണ്ടി നമ്മളിതിനെ ഈ കുട്ടികളെ ഇവിടെ കട്ട് ചെയ്യാൻ കൊണ്ടുവരേണ്ടെന്ന് ആവശ്യമില്ല. അത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇത്രയും കൊച്ചു കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് 3500 കിലോമീറ്റർ താണ്ടി ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്യേണ്ടെന്ന് ആവശ്യമുണ്ടോ? അങ്ങനെ തന്നെ നമുക്ക് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഇത് വളർത്താൻ വരുന്ന കുട്ടികളാണ്. ഇത് ഭാവിയിലേക്ക് ഇതേപോലുള്ള പാവപ്പെട്ട കർഷകർക്ക് വളർത്തി ഇതിൽ നിന്നും വളരെ പ്രതീക്ഷ വരുന്നുണ്ട്. അദ്ദേഹം ഒന്ന് വന്നു, കുട്ടിയെ കിട്ടിയില്ല, വളരെ ദൂരത്തു നിന്ന് വന്നാൽ. ഇപ്പോൾ അടുത്ത ലോഡ് വന്നാൽ കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ദൈവത്തിനോട് നമുക്ക് പറയാം, വന്നില്ലായി ഇങ്ങനെ പിടിക്കുകയോ വണ്ടി മാസങ്ങളോളം വണ്ടികൾ ഇട്ടേക്കുവാണ്. ഫൈനാൻസുള്ള വണ്ടികൾ ഇട്ടേക്കുവാണ്. പിന്നെ ഇതിൻ്റെ പുറകെ നമ്മൾ വക്കീലിനും പോലീസുകാർക്കും ബാക്കിയുള്ളവർക്കും കൊടുക്കുന്ന ചിലവുകൾ വേറെ. മാനസികമായിട്ട് നമുക്ക് പീഡനങ്ങൾ കണ്ടമാനമുണ്ട്. ഇപ്പം തന്നെ എൻ്റെ 3 ലോഡ് ഓൾറെഡി അകത്താണ്. ബാംഗ്ലൂരിലൊരു ലോഡ്, ഗുജറാത്തിലൊരു ലോഡ്. ഇതൊക്കെ നമ്മളൊരു 10 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് പട്ടിണി കിടന്ന് ചാവുന്ന ദൃശ്യങ്ങളായി കാണുന്നു. എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ വീഡിയോസ്. ഇത് നമ്മളെ ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം, സർക്കാർ അറിഞ്ഞിരിക്കണം, കേരള സർക്കാരും ഇത് അറിഞ്ഞിരിക്കണം. ഇപ്പം മാറി വരുന്ന ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം. നമ്മുടെ നാട്ടിൽ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് അവർ ചെയ്യണം. കർഷകരാണ് ഇവിടെ പഞ്ചായത്തിന് എന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മളെ പഞ്ചായത്തിന് വേണ്ടി ഇവിടെയും പഞ്ചായത്തിനും കൊല്ലം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും നമ്മൾ ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ ഇത് 15,000 രൂപയുടെ സർക്കാർ കൊടുക്കുന്ന 15,000 രൂപയ്ക്ക് ഒരു കർഷകന് 15,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പകുതി കർഷകൻ്റെയും പകുതി ഗവൺമെൻറ്റിൻ്റെ പൈസയാണ്. ഇൻഷുറൻസോട് കൂടി കുട്ടികളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊണ്ടുവരാനുള്ളൊരു പ്രൊമോഷൻ നമുക്ക് ഗവൺമെൻറ് തന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏത് രീതിയിലാണ് ഇവരെ കൊണ്ടുവന്ന് ഇവരെ സഹായിക്കുന്നത്? ഈ പിടിച്ചിടുന്ന ഒരു കൈക്കൂലിക്ക് ആവശ്യപ്പെടാറുണ്ട്. പിടിച്ചിരുന്ന ഒരു ടീമുകൾ കൈക്കൂലിക്കാരുണ്ട്, ഇതിനകത്ത് കൊള്ളക്കാരും ഉണ്ട്, പിടിച്ചുപറിക്കാരും ഉണ്ട്. 2 ഐറ്റമാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിലിരിക്കുന്ന മുതൽ പിടിച്ചു പറിക്കുക, ഞാൻ കൊടുത്ത് പൈസ മേടിക്കുക, ഗുണ്ടായിസം എന്നാൽ ഇതിന് പക്ക പറയുന്ന ഒരു കാര്യമാണ്. ഏത് ഇനത്തിൽപ്പെട്ടതാണ് ഇത്? മുറ ബ്രീഡാണ്. നമ്മളെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ ഇല്ല. അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കൊച്ചു കുട്ടികളെ എടുത്തിട്ട് ഇവിടെ കൊടുക്കാമായിരുന്നു. ഇത് മുറ ബ്രീഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബ്രീഡാണ്. അതിൻ്റെ ഒരു മെയിൽ ഇവിടെ നിൽപ്പുണ്ട്. കാരണം ഇതിനെ വളർത്തുന്നവർക്ക് പ്രയോജനമുണ്ട്. ഉണ്ടോ മാഷേ? പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ് ഇവർ മുറാക്കുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ കിടന്ന് കളയുന്നത്. കാരണം ഇത് ബ്രോയിലർ പോലെ വളർന്നാൽ കയറും. ഒരു പോത്തിനെയൊക്കെ വിറ്റ് പോകുന്ന 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ ആ റേഞ്ചിലാണ് ഇതിനെ വിറ്റ് പോകുന്നത്. പിന്നെ ഇതിനൊക്കെ മോഹവിലയുണ്ട്, സൈസിൽ ഓവർ സൈസുകൾ. അതുകൊണ്ടാണ് ഇതിന് ഹരിയാനയിൽ മുറ മാത്രമേ ഉള്ളൂ. വേറെ നീലിരവി ഇങ്ങനെയൊക്കെയുള്ള ഇനമുണ്ട്. ഈ മുറയെ ഇവർ മേടിച്ച് വളർത്തുന്നത് ഇത് പെട്ടെന്ന് വളരും, ഗ്രോത്ത് വളരെ കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ സംഭവം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹരിയാന പോയി മുറ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ കാര്യം അതാണ്. തീർച്ചയായും അതുതന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമമായൊരു ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. എസ് വിനീഷ്, ന്യൂസ് 18 കൊല്ലം.